തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട എന്ന വാർത്ത വരുന്നു. പട്ടിക്കാട് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും. അനീഷ്, എങ്ങനെയാണ് എക്സൈസിന് ഈ വിവരം ലഭിച്ചത്? ആരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്? 6 മണിയോടെ ആദ്യം മണ്ണുത്തിയിലാണ് സ്പിരിറ്റ് പിടികൂടുന്നത്. പിക്കപ്പ് വാനിൽ ഒളിച്ചു കടത്തുകയായിരുന്ന 1,500-ഓളം ലിറ്റർ സ്പിരിറ്റാണ് മണ്ണുത്തിയിൽ വെച്ച് എക്സൈസ് സംഘം വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു സ്പിരിറ്റ് ഗോഡൌണിനെ കുറിച്ച് എക്സൈസിന് വിവരം ലഭിക്കുന്നത്. എക്സൈസിന്റെ ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗവും അതുപോലെ തന്നെ എക്സൈസ് തൃശൂർ റേഞ്ചും എക്സൈസിന്റെ എല്ലാ വിഭാഗവും തൃശൂരിലെ ഒട്ടുമിക്ക വിഭാഗങ്ങളും ചേർന്ന് സംയുക്തമായിട്ടായിരുന്നു ഇത്തരത്തിൽ സ്പിരിറ്റ് ഗോഡൌണിനെ കുറിച്ച് വിവരം ലഭിച്ചതിന് ശേഷം പരിശോധന നടത്തിയത്. പട്ടിക്കാട് ആണ് ഇത്തരത്തിൽ വലിയൊരു സ്പിരിറ്റ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. ഒരു വീടും അതിനോട് ചേർന്ന ഒരു കെട്ടിടവുമാണ് സ്പിരിറ്റ് ഗോഡൌൺ ആക്കി പ്രവർത്തിച്ചിരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, വളം ഗോഡൌണിന്റെ മറവിലാണ് ഇത്തരത്തിൽ വലിയൊരു അളവിൽ സ്പിരിറ്റ് ഇവിടെ ശേഖരിച്ചിരുന്നത്. ഇവിടെ ശേഖരിച്ച സ്പിരിറ്റ് ഇവിടെ നിന്നും വാഹനങ്ങളിൽ പലയിടങ്ങളിലേക്കും എത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ എക്സൈസ് സംഘം അവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത്രയും അളവിൽ ഒരു സ്പിരിറ്റ് കണ്ടെത്തിയത്. ഇതിന് കൃത്യമായ ഒരു കണക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എക്സൈസ് സംഘം ഈ സ്പിരിറ്റിന്റെ കണക്ക് എടുത്തു വരികയാണ്. എന്തായാലും 500-ഓളം കന്നാസ് സ്പിരിറ്റ് ഈ വീട്ടിലും സമീപത്തെ ഗോഡൌണിലുമായി ഉണ്ടെന്നാണ് എക്സൈസ് പ്രാഥമികമായി നൽകുന്ന വിവരം. അതായത് ഒരു കന്നാസിൽ ഏകദേശം 30-35 ഇടയിൽ ലിറ്റർ സ്പിരിറ്റ് കൊള്ളും. ഇത്തരത്തിലുള്ള 500 കന്നാസുകൾ ഇവിടെയുണ്ട്. ആ ഒരു കണക്ക് വെച്ചിട്ടാണ് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൽ നിന്ന് പിടികൂടിയ 1,500-ഓളം ലിറ്ററും ചേർത്താണ് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എന്നൊരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിന് പുറകിൽ വലിയൊരു മാഫിയ തന്നെ, സ്പിരിറ്റ് മാഫിയ തന്നെ ഉണ്ടെന്നാണ് എക്സൈസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടാണ് എക്സൈസ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ സ്പിരിറ്റ് ഗോഡൌൺ റെയ്ഡ് ചെയ്തത് ഉൾപ്പെടെയുള്ളവ അതീവ രഹസ്യമായി എക്സൈസിന്റെ തൃശ്ശൂരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ റെയ്ഡിനും തുടർന്നുള്ള അന്വേഷണത്തിനും ഇപ്പോൾ നേതൃത്വം നൽകുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ സ്പിരിറ്റ് ഗോഡൌണിൽ തന്നെയുണ്ട്. ഈ കൃത്യമായ ഈ സ്പിരിറ്റിന്റെ ഒരു കണക്കെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. അത്ര കണ്ട് വലിയ ഒരു അളവിലുള്ള സ്പിരിറ്റ് ആണ് ഈ പട്ടിക്കാട് ഉള്ള ഈ സ്പിരിറ്റ് ഗോഡൌണിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഈ കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഒരു കെട്ടിടമാണ്. ഈ വീടും അതിനോട് ചേർന്നുള്ള കെട്ടിടവും വാടകയ്ക്ക് നൽകിയതായിരുന്നു. ഇവിടെയാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് ഗോഡൌൺ ആയി പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും എക്സൈസ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു ജോലിയിലാണ് ഇപ്പോഴും ഉള്ളത്. നമുക്കറിയാം, ഓണക്കാലമാണ്. ഓണവിപണി കൂടി ലക്ഷ്യമിട്ട് ഈ സ്പിരിറ്റ് കലർത്തിയ മദ്യമോ അല്ലെങ്കിൽ മറ്റെന്തിലെങ്കിലും കലർത്താൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു അളവിൽ സ്പിരിറ്റ് ശേഖരം സൂക്ഷിച്ചതെന്ന് തന്നെയാണ് എക്സൈസ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും നമുക്കറിയാം, ഒരാഴ്ചക്ക് മുൻപാണ് തൃശ്ശൂർ ലാലൂരിൽ നിന്നും അരനാട്ടുകരയിൽ നിന്നും വലിയൊരു അളവിൽ 5,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. അരനാട്ടുകരയിലും സമാന രീതിയിലുള്ള സ്പിരിറ്റ് ഗോഡൌൺ ആയിരുന്നു നടത്തിയിരുന്നത്. ചാലക്കുടിയിൽ വാഹന പരിശോധനയ്ക്കിടെ സ്പിരിറ്റ് പിടികൂടി അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അരനാട്ടുകരയിലെ സ്പിരിറ്റ് ഗോഡൌണിനെ കുറിച്ച് വിവരം ലഭിച്ചത്. അതേ സമാന രീതിയിൽ തന്നെയാണ് ഇന്ന് മണ്ണുത്തിയിലും ഉണ്ടായത്. വാഹന പരിശോധനയ്ക്കിടെ സ്പിരിറ്റ് പിടികൂടി 1,500 ലിറ്ററോളം സ്പിരിറ്റ് കണ്ടെത്തി. ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ആ കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്തപ്പോഴാണ് പട്ടിക്കാട് ഉള്ള ഇത്രയും വലിയ ഒരളവിലുള്ള സ്പിരിറ്റ് ഗോഡൌണിനെ കുറിച്ച് വിവരം ലഭിക്കുന്നതും എക്സൈസ് സംഘം അവിടെ എത്തുന്നതും ഇത്തരത്തിലുള്ള സ്പിരിറ്റ് വേട്ട നടക്കുന്നതും. ലിബീഷ്, തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പട്ടിക്കാട് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 20,000-ഓളം ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വിശദ വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.